സോഷ്യൽ കോസ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട് ഒക്കെ നിങ്ങൾക്ക് സ്പെക്ട്രത്തിൽ ഉണ്ട് കേട്ടോ. കാരണം സ്പെക്ട്രത്തിന്റെ നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു സ്പെക്ട്രം ആവത്തേ ഉള്ളൂ. അതാണ് നിങ്ങൾ സ്പെക്ട്രം വാങ്ങിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സ്പെക്ട്രത്തിന്റെ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു സ്പെക്ട്രം അത്രേ ഉള്ളൂ. മെയിൻ പോയിന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്, എക്സാം ഇതുവരെ ചോദിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് സ്പെക്ട്രത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വരും. സ്പെക്ട്രത്തിന് ഒരു നോട്ട് ഇല്ല, അത് ആണ് നോട്ട്. ഓക്കെ, സ്പെക്ട്രത്തിനകത്ത് ഓരോ വരി നോട്ടാണ്. റൈറ്റ്, യെസ്. നമ്മളൊരു ലേണിംഗ് മെത്തഡോളജി മാറ്റുക. പണ്ട് നമുക്ക് എല്ലാ റാങ്ക് ഫയലിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു റാങ്ക് ഫയലിനകത്ത് ഒതുക്കാൻ പറ്റുന്ന ഡേറ്റ അല്ല PC ചോദിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ്, ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമുക്കത് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത സോഷ്യൽ കോഴ്സിലേക്ക് പോവാം. സോഷ്യൽ കോഴ്സ് എന്ന് പറയുമ്പം സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പഴശ്ശിരാജ സിനിമ എന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. പഴശ്ശിരാജ സിനിമയിൽ സംഭവിക്കുന്നത് എന്താ? ബ്രിട്ടീഷുകാരുണ്ട്, പഴശ്ശിരാജാവുണ്ട്, നടുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ജഗദീഷ് ശ്രീകുമാറുണ്ട്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവര് മറ്റൊരാളെ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാൻ പറ്റുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു കാര്യം എന്താ? ഡിസ്ക്രിമിനേറ്ററി പേ പാക്കേജസ്. ഇപ്പം ഒരു ഇന്ത്യൻ ക്ലർക്കിനും ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യക്കാരന് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരന് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? യെസ്. അതിലേക്കൊക്കെ നിങ്ങളുടെ പല സംശയങ്ങൾ അഗെയിൻ നമ്മുടെ അടുത്ത സ്ലൈഡ്സ് നിങ്ങൾ സംശയത്തിനൊക്കെയുള്ള ആൻസർ നമ്മൾ അതിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്ററി പേ പാക്കേജസ് ആണ്. വിച്ച് മീൻസ് ഇന്ത്യക്കാരനായിട്ടുള്ള ക്ലർക്കിനും ബ്രിട്ടീഷുകാരനായിട്ടുള്ള ക്ലർക്കിനും ഓരോരുത്തർക്കും ഓരോ സാലറിയാണ്. നമുക്ക് സാലറി ഇല്ല. മറ്റൊരു പ്രശ്നം ഹ്യൂമിലിയേഷൻ ബൈ ഇംഗ്ലീഷ് ഓഫീസേഴ്സാണ്. മറ്റേ കാലാപ്പാനി സിനിമയിൽ മോഹൻലാൽ നിങ്ങളുടെ ഷൂ നക്കിക്കുന്ന സീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് റിയൽ ആയിട്ട് ഇന്ന് സംഭവിച്ചിട്ടുള്ള. അതൊക്കെ അത് ബ്രിട്ടീഷുകാർക്ക് ഷൂ പോളിഷിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അത് ഇന്ത്യൻസിനെ അത്രത്തോളം ഹ്യൂമിലേറ്റ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാർ ആ മഹാനടനെ ഭയങ്കര അനശ്വരമാക്കിയ മൊമെന്റ്. അത് യഥാർത്ഥത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ. അത് നമ്മളെ കൊണ്ട് ആ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് മോഹൻലാൽ എന്തായത് പ്രതികരിക്കുന്നുണ്ട്. കാലാപ്പാനി ജയിലിൽ അദ്ദേഹം വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട്. ഇതേ ചരിത്രമാണ് നമ്മുടെ ചരിത്രത്തിൽ മുഴുവൻ പഠിക്കാനുള്ളത്. ഒരു പരിധിയിൽ കൂടുതൽ അപമാനം ഒരു മനുഷ്യൻ സഹിക്കാൻ ഒക്കില്ല. ആ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് നമ്മൾ ഈ റിവോൾട്ടിലേക്ക് ഇറങ്ങുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ സൊസൈറ്റിയിലെ ഏറ്റവും വൈകാരികമായിട്ടുള്ള കാര്യം എന്താ? ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വൈകാരികം എന്ന് പറയുന്ന കാര്യം എന്താ? ഒരൊറ്റ കാര്യമാണുള്ളത്. മതമാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും വൈകാരികമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു സംഭവം. കാര്യം ഇന്ത്യയില് മതം മീൻസ് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലല്ല പറഞ്ഞത്. മതം മീൻസ് വിശ്വാസ സംഹിത എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അടുത്തത് റിലീജിയസ് കോഴ്സ് ആണ്. റിലീജിയസ് കോഴ്സ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അക്കാഡമിക്കലായിട്ട് എടുക്കണം. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുവിധ എല്ലാ മതങ്ങളെയും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഹിന്ദുയിസം, ഇസ്ലാം, സിഖ് റിലീജിയൻ, ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർസി റിലീജിയൻ, ഇവരെയൊക്കെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. മതവികാരം ആരുടെ വ്രണപ്പെടാൻ നിൽക്കരുത്. ബിക്കോസ് ഈ സിലബസിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെയിൻ പർപ്പസ് തന്നെ വർഗീയവാദികൾ ആരും സർവീസിലേക്ക് വരരുതെന്നുള്ള രീതിയിലാണ്. നമുക്ക് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ പഠിക്കാനുണ്ട്. സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതിനകത്ത് NCERT-യിലെയും SCERT-യിലെയും സ്പെക്ട്രത്തിലെയും നമ്മുടെ അക്കാഡമിക് ടെക്സ്റ്റിലെ എല്ലാത്തിലും എല്ലാ മതങ്ങളെയും നിശിതമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. നമ്മൾ ആ പോയിന്റിൽ പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. സോ അഗെയിൻ യെസ്, നമ്മൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എല്ലാവരും അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക. ഒരു മതം നമ്മൾ വെറുതെ വിടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ഫോളോവേഴ്സ് സെക്യുലാരിസം ആണ്. സെക്യുലർ ക്രെഡൻഷ്യൽസിന് പുറത്ത് മാത്രം നിങ്ങൾ ഈ ഒരു സംഭവത്തിന് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റിലീജിയസ് കോഴ്സ്. നമ്മുടെ കയ്യിലിരിപ്പം ശരിയല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിനകത്ത് നമ്മുടെ ഭാഗത്തായിരുന്നു ന്യായം അല്ലെ? അപ്പൊ നമ്മൾ ഒരു ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്തെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് കുറെ ഗുണമുണ്ട്, കുറെ ദോഷമുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്താണ് ന്യായം. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് അത് ന്യായം ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയാം. അപ്പൊ നമുക്ക് റിലീജിയസ് കോഴ്സിലേക്ക് പോവാം. ഒന്നാമത്തെ റിലീജിയസ് കോഴ്സ് വിഡോ റീമാരേജസ് ആക്ട് ആണ്. വിധവാ പുനർവിവാഹ നിയമം അല്ലെ? ഇത് നല്ലൊരു നിയമമല്ലേ? അതായത് വിധവകളെ പുനർവിവാഹം ചെയ്യിപ്പിക്കുന്നു. ഇതെങ്ങനെ ഒരു വിപ്ലവത്തിന് കാരണമാവുന്നത്? പ്രശ്നമാണ്. കാര്യം ഓർത്തഡോക്സ് ആയിട്ട് മെന്റാലിറ്റിയുള്ള ആൾക്കാർ ഇപ്പോഴും നമുക്കറിയാം, അയ്യോ വിധവയായി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരുടെ ജീവിതത്തോടെ തീർന്നു, നമുക്ക് പിന്നെ കെട്ടിച്ചയക്കാൻ പാടില്ല, ഭർത്താവിനെ ഓർത്ത് ജീവിതകാലം മൊത്തം കഴിഞ്ഞോണം എന്നൊക്കെയുള്ള സിസ്റ്റമാണ് പണ്ടുള്ളത്. ഇപ്പോഴും ചില ഓർത്തഡോക്സ് ആൾക്കാർ ചിന്താഗതി അതാ. ഈ നിയമം വന്നു കഴിഞ്ഞപ്പറ്റി എന്ത് സംഭവിച്ചു?
ഓർത്തഡോക്സ് റിലീജിയസ് ബിലീഫുള്ള ആൾക്കാർക്ക്, ഹിന്ദു റിലീജിയൻ ആയിക്കോട്ടെ, ഇസ്ലാം, സിഖ് റിലീജിയൻ, ഇവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല. എക്സാക്ട്ലി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ് ഇത് കൊണ്ടുവരുന്നത്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ അവർക്ക് ഓർത്തഡോക്സ് റിലീജിയസ് എലമെന്റ്സിന്, പാരമ്പര്യവാദികൾക്ക് ഇത് ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിരുന്നു. എക്സാക്ട്ലി മതം അപകടത്തിലായി. കാര്യം പണ്ട് വിധവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് കഴിഞ്ഞോണം. പക്ഷെ ബ്രിട്ടീഷർ വന്നിട്ട് ചെയ്യാൻ നല്ലൊരു കാര്യം ഇതാ, വിധവകൾക്ക് പുതിയ ജീവിതം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതും വിപ്ലവത്തിനൊരു കാരണമാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആക്ടിവിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. ഇതൊക്കെ നമുക്ക് സിവിൽ സർവീസസ് പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ്, ചാർട്ടേഡ് ആക്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ സെക്ഷൻസ് ഒക്കെ പഠിക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് ആക്ട്, എക്സാക്ട്ലി ശ്യാം കറക്റ്റ് ആൻസർ പറഞ്ഞു. 1813 ചാർട്ടർ നിയമം വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ചാർട്ടർ ആക്ട് 1813. ഇതിന് അണ്ടറിൽ ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മതപരിവർത്തനം നടത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രമിക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും ഇന്ത്യയിലെ മറ്റേ മതസ്ഥർ, സിഖുകാരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ജൈൻ മതസ്ഥരുണ്ട്, ഇവര് കണ്ട് പേടിച്ചു പോവാ. കാര്യം നമ്മുടെ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് എന്താ, നമ്മൾ എല്ലാം സഹിക്കും, നമ്മളെ പട്ടിണി കിട്ടാനും സഹിക്കും, ഇടിച്ചാനും സഹിക്കും, തൊഴിച്ചാനും സഹിക്കും, എല്ലാം സഹിക്കും. മതത്തിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഇൻട്രൊഡക്ഷൻ ആൾക്കാരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു റിവോൾട്ടിന് കാരണമാക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, നമുക്കിത് ഇതിന്റെ ഒരു തീവ്രത അറിയത്തില്ല. ഇപ്പൊ കേരളത്തില് നിങ്ങൾ നോക്കാം, കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറീസിനെ പ്രൊമോട്ട് ചെയ്താരാ? ട്രാവൻകൂർ രാജാക്കന്മാര് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തത്, അവർ ഹിന്ദുക്കളാ. കേരളത്തിൽ ഈ ഒരു ഇഷ്യൂസ് ഒന്നും അത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും നിങ്ങൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പല റൂറൽ ഏരിയാസിനും പ്രശ്നമാണ്. കേരളത്തിൽ സ്വാതി തിരുനാളും ഗൗരി പാർവതി ഭായിയും അടങ്ങുന്ന ഹിന്ദു മത വിശ്വാസികളാണ് ക്രിസ്ത്യൻ മിഷണറീസിന് ഒരു പ്രമുഖമായ സ്ഥാനം കൊടുക്കുന്നത് തന്നെ. ഇപ്പം നമുക്ക് തരിസാപ്പള്ളി ശാസനം, ജൂതശാസനങ്ങളുടെ ഒക്കെ ചരിത്രമുണ്ട്. എല്ലാ മതസ്ഥരെയും കേരളത്തിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സെറ്റപ്പ് ഡിഫറെന്റ്. നമ്മൾ കേരളത്തിനെ വെച്ചിട്ട് ഇന്ത്യയെ മൊത്തത്തിൽ നോക്കി കാണരുത്. ഇന്ത്യയിലെ സിസ്റ്റം കുറച്ച് ഡിഫറെന്റ് ആണ്, അല്ലെ? സ്ഥാണു രവിവർമ്മയുടെ ഒക്കെ ശിലാഫലകങ്ങളുടെ എല്ലാ മതത്തിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പൊ കേരളത്തിലെ സെറ്റപ്പ് അല്ല പുറത്ത്. നമ്മൾ അത് വെച്ചിട്ട് എല്ലാത്തിനും നോക്കരുത്. കേരളത്തിൽ എന്താ, നമ്മൾ ക്രിസ്ത്യൻ മിഷണറീസിനെ കൊണ്ടുവന്ന് ലാൻഡ് കൊടുത്ത് നിങ്ങൾ അവിടെ പള്ളി പണിഞ്ഞോ, അവിടെ പള്ളിയുടെ അനുബന്ധമായിട്ട് പള്ളിക്കൂടങ്ങൾ, സ്കൂളുകൾ പണിയുന്നു, അനാഥാലയങ്ങൾ വരുന്നു, നമ്മൾ അതിനെ വെൽക്കം ചെയ്യുമായിരുന്നു. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ സെറ്റപ്പ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡിൽ പഠിക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് വ്യൂവിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് ആക്ടിവിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കാര്യം ഇന്ത്യ നിങ്ങൾ ആലോചിക്കുക, മലയാളത്തിലെ അക്ഷരമാല, കറുത്ത ഉരുണ്ട അക്ഷരമാല ക്രിയേറ്റ് ചെയ്താരാ? മലയാളത്തിൽ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന അക്ഷരമാല ക്രിയേറ്റ് ചെയ്താരാ? ഒരു ക്രിസ്ത്യൻ മിഷണറി ബെഞ്ചമിൻ ബേലിയ. മലയാള ഭാഷയുടെ പിതാവാരാ? എഴുത്തച്ഛനാ, അല്ലെ? മലയാള ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ ശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ. അതൊരു ഇസ്ലാമിക് ടീച്ചിങ്സ് ആണ്. അപ്പൊ ഈ കേരളത്തിലെ സെറ്റപ്പ് ഡിഫറെന്റാ. ഓക്കെ, അപ്പൊ മലയാള ഭാഷയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുത്തച്ഛൻ ഹിന്ദു വരുന്നു, ബെയ്ലി അല്ലെങ്കിൽ ഗുണ്ടട്ട് അടക്കമുള്ള ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നു, മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രം വരുന്നു. ഇതൊക്കെ കേരളത്തിലെ സെറ്റപ്പ് ഭയങ്കര പ്രോഗ്രസീവ് ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോണ്ട, ടോപ്പിക് എന്ന് കുറെ മാറിപ്പോവും. തൽക്കാലം ആ ഒരു കാര്യത്തിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം. മറ്റൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നു. അപ്പൊ ഇവർ ആൾക്കാരെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ മതം മാറിയ ആൾക്കാരെ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല, അവർക്ക് വീട്ടിലെ ഭൂസ്വത്തുക്കൾ കൊടുക്കത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന ആക്ടാണിത്. പിന്നെ പല ആൾക്കാരും ഭൂസ്വത്ത് കിട്ടില്ല എന്നുള്ള പേരിൽ മതം മാറാതിരിക്കുന്നുണ്ട്. പക്ഷെ ബ്രിട്ടീഷർ കുഴപ്പം, നിങ്ങൾ മതം മാറിക്കോ, നിങ്ങൾക്കുള്ള സ്വത്ത് ഞങ്ങൾ പിടിച്ചു തന്നോളാം. അതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. കൺവേർഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആക്ടുകൾ. ഓക്കെ, ഇതും കറണ്ട് അഫയേഴ്സിലുണ്ട് കേട്ടോ. ഇന്ന് പല സ്റ്റേറ്റുകളിലും എന്തുണ്ട്, ആന്റി കൺവേർഷൻ ലോസ് ഉണ്ട്. പല സ്റ്റേറ്റുകളിലും മതം പരിവർത്തനം നടത്താൻ പാടില്ല എന്നുള്ള നിയമം വരെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ഈ ചരിത്രമൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പ്രോഗ്രസീവായിട്ട് അപ്പോസ് ചെയ്യുക. കറണ്ട് അഫെയർ ഉള്ള ഒരു ടോപ്പിക്കാണിത്. പല സ്റ്റേറ്റിലും ആന്റി കൺവേർഷൻ ലോസ് വരെ വന്നിട്ടുണ്ട്, അവിടുത്തെ നിയമസഭകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് പോകുന്ന ഒരു സെക്ഷനാണ് വഹാബി മൂവ്മെന്റ്. വഹാബി മൂവ്മെന്റ് എഗെയിൻ വളരെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സതി എന്ന് പറയുന്ന സിസ്റ്റം. സതി എന്താ, ഒരു ഹിന്ദു വിധവ, ഒരു ഹിന്ദു യുവതിയുടെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ തീയിൽ പിടിച്ചിടും. ഹിന്ദുക്കൾക്ക് മുഴുവൻ ചീത്തപ്പേര് കേൾപ്പിച്ചൊരു സംഭവമാണ് സതി. അതേപോലെ മുസ്ലിം മത വിഭാഗത്തിന് ഏറ്റവും അധികം ചീത്തപ്പേര് കേൾപ്പിച്ച സിസ്റ്റമാണ് വഹാബി സിസ്റ്റം. ഒരു കാലഘട്ടത്തില് വഹാബീസ് എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെക്യുലർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താരാ? ഇന്ത്യയിൽ സെക്യുലർ സ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്താരാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് സെക്യുലർ സ്റ്റേറ്റ്, PSCയുടെ പ്രീവിയസ് ചോദ്യം. അലാവുദ്ദീൻ ഖിൽജി അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ. ഇന്ത്യയില് അക്ബറിന്റെ ചരിത്രം ഭയങ്കരമാണ്. അതായത് ഇന്ത്യയിലെ ഇസ്ലാമിക് റൂളിന്റെ ചരിത്രം വളരെ പ്രോഗ്രസീവാണ്. ഇപ്പൊ അലാവുദ്ദീൻ ഖിൽജി കുറച്ച് സൈക്കോ ആണെന്ന് സിനിമയിൽ കാണിക്കുന്നില്ല, എന്നാൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അക്ബറിന്റെ കാലത്തിലേക്ക് വരുമ്പോഴോ, അക്ബർ കൊണ്ടുവന്ന സിസ്റ്റം തന്നെ ഇബാദത്ത് ഖാന എന്ന് പറയും. അതായത് പുള്ളി ഭരിച്ചുകൊണ്ടിരുന്ന ഹിന്ദുക്കളെയും സൊറോസ്ട്രിയൻസിനെയും സിഖുകാരെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാ മതവിശ്വാസികൾക്കും അക്ബറിന്റെ മുമ്പിൽ സ്ഥാനം ഉണ്ടായിരുന്നു. അശോകൻ ചെയ്തത് എന്താ? അശോകൻ ഹിന്ദു മതത്തിനെ പ്രൊമോട്ട് ചെയ്തു, ബുദ്ധമതത്തിനെ പ്രൊമോട്ട് ചെയ്തു. അന്ന് ഇസ്ലാമിക് വരവ് കുറവാണ്, ഉണ്ടായത് അദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്തേനെ. സോ ഇന്ത്യയുടെ ചരിത്രം എന്ന് വെച്ചാൽ സെക്യുലർ ചരിത്രമാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചു, എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വഹാബീസ് അക്ബറിന്റെ ലെഗസിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ആളാ. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 1857 തുടങ്ങി വെക്കുന്നത് ഹിന്ദുക്കളാ. മംഗൾ പാണ്ഡെ എന്ന ബ്രാഹ്മണനാണ് വിപ്ലവം തുടങ്ങി വെക്കുന്നത്. പക്ഷെ ഹിന്ദുക്കൾ അവരുടെ നേതാവായിട്ട് അംഗീകരിക്കുന്ന ആരെയാ? ബഹദൂർ ഷാ സഫർ എന്ന മുസൽമാനെയാ. വൈ? എന്തുകൊണ്ടാവും ഹിന്ദുക്കൾ തുടങ്ങിയ റിവോൾട്ടിനെ, ഹിന്ദുക്കൾ തുടങ്ങിയ വിപ്ലവത്തിന് അവര് തന്നെ ഒരു മുസ്ലിമിനെ നേതാവായിട്ട് വിരോധിക്കുന്നത്? മുഗൾ ഹൗസ് എന്ന് വെച്ചാൽ അത്രത്തോളം പ്രസ്റ്റീജിയസാ. ഷാജഹാൻ അല്ലെങ്കിൽ അക്ബർ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലെഗസി ഭയങ്കര വലുതാണ്. പക്ഷെ അവർക്കൊക്കെ ചീത്തപ്പേര് കേൾപ്പിച്ച വ്യക്തിയാണ് വഹാബീസ്. ഇവർ പറയുന്നത് ഖുറാനിൽ പറയുന്നുണ്ട് അത്രേ, ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റണം. എന്താ ദാറുൽ ഹർബ്? ലാൻഡ് ഓഫ് ഇൻഫിഡൽസ്. അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാവരും കാഫിറുകളാ, ഇൻഫിഡൽസാ. ഇവരെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം? ഇസ്ലാം മത വിശ്വാസികളാക്കി മാറ്റണം. ലാൻഡ് ഓഫ് ബിലീവേഴ്സ്, ദാറുൽ ഇസ്ലാമാക്കി മാറ്റണം. ഇതാണ് വഹാബീസിന്റെ ലക്ഷ്യം. ഇതിന് വഴങ്ങാത്തവർ എന്ത് ചെയ്യണം? ജിഹാദ് ഉപയോഗിച്ച് കൊല്ലണം. ഇന്നത്തെ ഐസിസും അല്ലെങ്കിൽ അൽഖ്വയ്ദൊക്കെ ചെയ്യുന്ന സെയിം പരിപാടി. ഓക്കെ. പക്ഷെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മുസ്ലിംസ് ആ കാലഘട്ടത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവൻ ജിന്ന വരുന്നുണ്ട്, ജിന്ന പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് സയ്യിദ് അഹമ്മദ് ഖാൻ ഇതിലൊക്കെ ഔട്ട്റൈറ്റ്ലി ഔട്ട്കാസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു കമ്മ്യൂണൽ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള റിഗ്രസീവ് എലമെന്റ്സ്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ കുരിശ യുദ്ധത്തിന്റെ ചരിത്രമുണ്ട് അല്ലെ? വിഡോ റീമാരേജ് ആക്ടിന്റെ സതിയുടെ ചരിത്രം ഹിന്ദു റിലീജിയനിലുണ്ട്. ജിഹാദിന്റെ ചരിത്രം ഇസ്ലാമിലും ഉണ്ട്. സിഖ് റിലീജിയന്റെ ചരിത്രം നമ്മൾ പഠിക്കും. അതിനകത്താണെങ്കിൽ ഈ ഗുരുദ്വാര റിഫോംസിന്റെ ചരിത്രങ്ങൾ കുറെ ആക്ടിവിറ്റീസ് അവിടെ പഠിക്കും. പാസ് റിലീജിയനും പഠിക്കും, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിനകത്ത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഐസിസിനെ സെയിം മെത്തഡോളജി ഇവർ യൂസ് ചെയ്തത്. ഇവരുടെ സ്ഥലം കണ്ടോ? പഞ്ചാബാണ് ഇവരുടെ പ്രവൃത്തി കേന്ദ്രം. ഈ കാലഘട്ടത്തില് പഞ്ചാബില് സിഖ് എംപയർ ഉണ്ടായിരുന്നു, സിഖ് രാജവംശം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇവർ സിഖ് രാജവംശത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടാണ് ബ്രിട്ടീഷുകാർ വരുന്നു, സിഖ് എംപയറിനെ നശിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചെടുക്കുന്നു. അപ്പം മുതൽ ഇവരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരാണ്. ഇവർ ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കാൻ പോവാ. ബ്രിട്ടീഷുകാരുടെ എന്തുണ്ട്? മോസ്റ്റ് അമൗണ്ട് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാര് വഹാബീസിനെ കൊന്നൊടുക്കി. സോ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ജിഹാദിന്റെ ഒരു ഓപ്പറേഷൻ നടത്തിയ ബ്രിട്ടീഷുകാർ ഇവരെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണെങ്കിലും ഇവരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു? എൻറ്റയർ ഇസ്ലാമിക് കമ്മ്യൂണിറ്റീസിന് ഭയങ്കരമായിട്ടുള്ള ഇത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇനിയുള്ള ചരിത്രം ശ്രദ്ധിച്ചേക്കാം. 1857 റിവോൾട്ട്, ഇതിനകത്ത് കുരുത്തക്കേട് കാണിച്ചത് മൊത്തം ഹിന്ദുസാണ് കൂടുതലും. അതായത് എണ്ണത്തിൽ കൂടുതൽ അവരായിരുന്നല്ലോ. പക്ഷേ ഇതിന്റെ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം കുറ്റം മൊത്തം മുസ്ലിംസിനെ ഉണ്ടായില്ലേ? വൈ? വഹാബീസ്. അപ്പം ഹിന്ദുക്കൾ തുടങ്ങി വെച്ച റിവോൾട്ട്, ഹിന്ദുക്കളാണ് ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്തത്. പക്ഷെ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനകത്ത് കൾപ്രിറ്റ് ആയിട്ട് വന്നത് മുസ്ലിംസ് ആണ്. കാര്യം ബഹദൂർ ഷാ സഫർ ആണ് ലീഡർ. അതിന്റെ കൂടെ വഹാബീസിന്റെ ആക്ടിവിറ്റീസും കൂടെ ആയപ്പോഴത്തേക്കും സമ്പൂർണ്ണമായി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ റിലീജിയസ് കോസ് എന്ന് പറയുന്നത്. റിലീജിയസ് കോസ് ഇതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇമ്മീഡിയറ്റ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ? അപ്പൊ ഇത്രയും കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ്. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ. അടുത്തത് എന്താ? അടുത്ത വാക്കുണ്ടല്ലോ, അടുത്ത ഡയമെൻഷൻ എന്തായിരുന്നു? ഇത്രയും കാര്യം ക്ലിയർ ആണ്. അടുത്ത ഡയമെൻഷൻ എന്താ? ടെക്നോളജിക്കൽ. ടി ഉണ്ട്, ഒരു ടി അതിനകത്തുണ്ടല്ലോ. ടെക്നോളജിക്കൽ കോസ് ഉണ്ട്. ടെക്നോളജിക്കൽ കോസ്. യെസ്. എന്താ ഇതിന്റെ ടെക്നോളജിക്കൽ കോസ്? ഇതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോസ് അത് തന്നെയാണ്, ടെക്നോളജിക്കൽ കോസ് ആണ്. ടെക്നോളജി എന്നുള്ള വാക്കായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടെക്നോളജിക്കൽ കോസ് എന്താ നമുക്ക് നോക്കാം. യെസ്,
ടെക്നോളജിക്കൽ കോസ് ആണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് കോസ്. കഴിഞ്ഞ വർഷവും KS മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു സയൻസ് ആൻഡ് ടെക്കിൽ. നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ടെക്നോളജിക്കൽ കോഴ്സും നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എൻഫീൽഡ് റൈഫിൾ. പണ്ട് കാലത്ത് തോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഭാരമാണ്, ഭയങ്കര എന്താ പറയാ ആക്യുറസി കുറവാണ്, ഇവിടെ വെടിവെച്ചാൽ അവിടെ പോയി കൊള്ളും അല്ലെ. പക്ഷെ പുതിയൊരു തോക്കിന് എൻഫീൽഡ് എന്നുള്ള പുതിയ തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ തോക്കിനകത്ത് നമ്മൾ വെടിമരുന്ന് നിറയ്ക്കണമെങ്കിൽ ഈ കൗവിന്റെയും പിഗിന്റെയും ഫാറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കാട്രിഡ്ജ് കടിച്ചു പൊടിച്ചിട്ട് അത് വേണം വെടിമരുന്ന് നിറയ്ക്കാനായിട്ട്. പശു എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് സെന്റിമെന്റലാണ്, പിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സെന്റിമെന്റലാണ്. ഇതിന്റെ ഫാറ്റ് നിഷിദ്ധമായിട്ടുള്ള വസ്തുക്കളുടെ പിഗിനെ കണക്കാക്കുന്നത് ഹറാമാണ്, ഇസ്ലാമിന് ഹറാമാണ്. കവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ദൈവമാണ് അല്ലെ, ഡേറ്റി ആണത്. ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കും, പശുപതി നാഥം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. സോ രണ്ട് റിലീജിയന്റെയും സെന്റിമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, മതവികാരം വ്രണപ്പെടുകയാണ്. അപ്പം ഇത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് പട്ടാളക്കാർ എന്ത് ചെയ്യുന്നത്, വിപ്ലവം ആരംഭിക്കുന്നത്. ഹിന്ദു മുസ്ലിം പട്ടാളക്കാർ ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷുകാർ അവരോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുവാണ്. സഹി കേട്ട് ഇവര് വിപ്ലവത്തിലേക്ക് പോവുക. ഇതാണ് 1850s റിവോൾട്ട് ഇമ്മീഡിയറ്റ് കോസ്. അതൊരു ടെക്നോളജിക്കൽ കോസ് ആണ്. ക്ലിയർ ആയോ? അപ്പം PI EI SI TI പിന്നൊരു ഇ ഉണ്ടല്ലോ, പിന്നൊരു ഇ എന്താ, എൻവയോൺമെന്റൽ കോസ് എന്ന് പറയും. പക്ഷെ ഇതിനകത്ത് ജോഗ്രഫി അധികം വരുന്നില്ല, കോഴ്സിനകത്ത് വരുന്നില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ എൻവയോൺമെന്റൽ ജോഗ്രഫി വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാര്യം 1850s റിവോൾട്ടില് കേരളത്തിലെ ലീഡർ ആരായിരുന്നു? 1850s റിവോൾട്ടിന്റെ കേരളത്തിലെ ലീഡർ ആരായിരുന്നു? കേരളത്തിലെ ലീഡർ ഇല്ല. ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നില്ല. അതിന്റെ എൻവയോൺമെന്റ് നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് മാത്രമാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നില്ല, ഓൺലി നോർത്ത്. എക്സാക്ട്ലി. അപ്പൊ അടുത്തത് ലീഗൽ ഡയമെൻഷൻ ആണ്, PESTEL, ലീഗൽ ഡയമെൻഷൻ. ചില ലീഗാലിറ്റി, ചില നിയമങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഇതിന്റെ ലീഗൽ ഡയമെൻഷൻസ്? ലീഗൽ മീൻസ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മളത് ഓർഡർലി ഡിസ്കസ് ചെയ്തു. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, വിഡോ റീമാരേജ് ആക്ട് അല്ലെ. പിന്നെ സതി പ്രൊഹിബിറ്റ് ചെയ്യുന്ന നിയമമുള്ള ആന്റി സതി റെഗുലേഷൻസ്, അതായത് സതി നിരോധിക്കുന്ന ആരാ? ധന്യ പോസ്റ്റ് ഓഫീസ് ആക്ടിനെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. വെരി ഗുഡ്, പോസ്റ്റ് ഓഫീസ് ആക്ട് പറയുന്നുണ്ട്. അപ്പൊ സതി നിരോധിക്കുന്ന ബ്രിട്ടീഷുകാർ. എന്തായിരുന്നു സതി? അതായത് ഒരു ഭർത്താവ് മരിക്കുവാണെങ്കിൽ ഭാര്യ ചിതയിൽ തള്ളിയിട്ട് കൊല്ലും അല്ലെ, അതായിരുന്നു സതി. അതിനെ നിരോധിക്കുന്നത്. ഇതൊന്നും ഓർത്തഡോക്സ് ഹിന്ദു എലമെന്റ്സിന് ഇഷ്ടപ്പെടുന്നില്ല. ആലോചിക്കുക, സതിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ചെയ്യുന്നത്. മംഗൾ പാണ്ഡെ പോലും സതിയെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ അത്രത്തോളം റിഗ്രസീവ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മതവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇമ്മീഡിയറ്റ് കോഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ PI SI TI LI എല്ലാ കോഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഒരു ലീഗൽ ആക്ടും കൂടെ വരുന്നുണ്ട്, പോസ്റ്റ് ഓഫീസസ് ആക്ട്. എന്താ പോസ്റ്റ് ഓഫീസസ് ആക്ട്? പറയാനൊന്ന് പറഞ്ഞു, ഒരു പ്രാവശ്യം വന്നിട്ടുള്ള പോസ്റ്റ് ഓഫീസസ് ആക്ട് എന്താ അത്? പണ്ട് കാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഫ്രീ ആയിട്ട് ലെറ്റർ അയക്കാൻ പറ്റുമായിരുന്നു. അപ്പം അവര് വിദേശത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഫ്രീ ആയിട്ട് അവർക്ക് പോസ്റ്റ് അയക്കായിരുന്നു. പക്ഷെ പോസ്റ്റ് ഓഫീസ് ആക്ട് അണ്ടറിൽ ഈ ഒരു ഫെസിലിറ്റി എടുത്ത് കളഞ്ഞു. അത് വലിയ പ്രശ്നമായി പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ലോസ്, വന നിയമം, ഇതൊക്കെ സ്പെക്ട്രം വായിക്കണം കേട്ടോ. ഇതിനകത്ത് ഫോറസ്റ്റ് ലോസ് വരുന്നുണ്ട്. അതായത് ആദിവാസി സമൂഹം, ഇപ്പൊ സന്താൾ അല്ലെങ്കിൽ അഹോം പോലെയുള്ള ട്രൈബ്സിനെതിരായിട്ട്, ഫോറസ്റ്റിലെ ആദിവാസികൾക്കെതിരായിട്ട് ബ്രിട്ടീഷർ പല നിയമം കൊണ്ടുവരുന്നുണ്ട്. അതും ഈ റിവോൾട്ടിന്റെ മറ്റ് കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സ്പെക്ട്രം കൃത്യമായിട്ട് ഈ ഒരു ഫോക്കസിൽ വായിക്കാം. അപ്പോൾ ഇതിന്റെ റിവോൾട്ടിന്റെ കാരണങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കി പത്രമാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. അതിനകത്താണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെ, ഓരോ ഏരിയയിലും ആരൊക്കെയാണ് റിവോൾട്ട് ഹാൻഡിൽ ചെയ്തിരുന്നത്, ഇവിടുന്ന് വന്നിട്ടുള്ള സിവിൽ സർവീസസിന്റെ ചോദ്യങ്ങൾ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്യും കേട്ടോ. UPSCയിൽ ഈ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും.